ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് അമ്മേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തു. കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ അല്ലേ. ആൻജിയോഗ്രാം ചെയ്തതിൽ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ സർജറിയാണ് ഇനി പിന്നീടുള്ളത്. പിന്നീടെന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം കേട്ടോ ഡോക്ടർ പറഞ്ഞത്. നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു സർജറി. അപ്പോൾ അമ്മയ്ക്ക് വാൾവിന് തകരാറാണ് കേട്ടോ. വാൾവ് ചുരുങ്ങിയതാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ശ്വാസത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അത് കുറേ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അടുത്താണ് അതിൻ്റെ പൂർണ്ണമായ ചികിത്സയിലേക്കൊക്കെ എത്തിയത്. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ബ്രസ്റ്റ് വലതുഭാഗത്തൊരു ബ്രസ്റ്റ് റിമൂവൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞൊരു വർഷമായി. അതിന് ശേഷമാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചികിത്സയൊക്കെ ആരംഭിച്ചത്. അതിൻ്റെ മുന്നേ ഈ കീമോ റേഡിയേഷനൊക്കെ ഉള്ള സമയത്തും ഞങ്ങൾ ഇതിൻ്റെ മരുന്നൊക്കെ അമ്മ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ അമ്മനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാർഡിയോളജിനെ കാണിച്ചിട്ട് അവിടുത്തെ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് വാൾവ് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്തത്. അതിൽ കുഴപ്പമില്ല. ഇനി വാൾവ് മാറ്റി വെക്കണമെങ്കിൽ ഒരുപാട് നേരം വൈകാതെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാനുള്ളൊരു തീരുമാനമാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ച്. അപ്പോൾ അതിൻ്റെ സർജറിക്കുള്ള ഡേറ്റും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇന്നലെ എന്നോടും അമ്മേനോടും അനീഷേട്ടനോടും ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ ഇന്നലെ പോയി ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറെ കണ്ടു. അപ്പോൾ എനിക്ക് ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അമ്മേനെ സർജറി ചെയ്യുന്ന ഡോക്ടറാണ് കാണാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഒരുപാട് പൈസ ആവും കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മളെക്കൊണ്ട് അത്ര അധികം പൈസയൊന്നും താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് സർജറീൻ്റെ ചിലവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്മേൻ്റെ ബ്രസ്റ്റ് സർജറിൻ്റെ സമയത്തൊക്കെ ESI മുഖാന്തരമുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഒരുപാട് ബെനിഫിറ്റൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇതിന് ഈ വാൾവ് മാറ്റി വെക്കണതിനും ഇതിൽ ബെനിഫിറ്റ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ESI ബെനിഫിറ്റ് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ അറിയോ, ESIയിൽ പോയിട്ട് അത് കടലാസുകളൊക്കെ റെഡിയാക്കിയിട്ട് അന്വേഷിക്കണം. അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലൊക്കെയാണ് ഞങ്ങൾ. അതുകൊണ്ട് എന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അമ്മേൻ്റെ വിവരങ്ങളൊന്നും എല്ലാവരെയും അറിയിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സർജറീൻ്റെ ഡേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 9-നാണ് സർജറി. അപ്പോൾ ഒക്ടോബർ 8-ന് പോയിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ നാട്ടിലുള്ള 1-2 ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഞങ്ങളുടെ സർജറിക്ക് ആവുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞങ്ങൾ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളും പൈസയൊക്കെ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നൊക്കെ 1-2 ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പം അവരൊക്കെ ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യത്തിൽ അവരും അല്ല എന്നൊക്കെയാണ് പറയണത്. ഇപ്പോൾ ആരെക്കൊണ്ടും പറ്റാത്തൊരു രീതിക്കൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ച ആൾക്കാരൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആരെക്കൊണ്ടിപ്പം പറ്റൊന്നുമില്ല, വേറെ ആരോടെങ്കിലൊക്കെ പറഞ്ഞു നോക്കിയാൽ ചിലപ്പം കിട്ടിയാലോ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ദൈവം എന്താ തീരുമാനിച്ചിട്ടുള്ളതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഡോക്ടർ വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ആയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അവനെ സർജറി ചെയ്യുന്ന ഡോക്ടർ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ടേ നമ്മൾ അതിനനുസരിച്ച് സർജറിക്ക് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുള്ളൂ. കാരണം അവിടുത്തെ ബഡ്ജറ്റ് ഒന്നും കൂടെ ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൈസയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നമ്മളെ സാധാരണക്കാരായ നമുക്ക് അതൊന്നും ഒരിക്കലും താങ്ങാൻ പറ്റിയ പൈസയല്ല കേട്ടോ കൂട്ടുകാരെ. ഇപ്പം തന്നെ നമ്മൾ അമ്മേൻ്റെ ഈ ക്യാൻസർ ബ്രസ്റ്റ് സർജറിയൊക്കെ കഴിഞ്ഞ ആ സമയം തൊട്ടേ നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോണത്. അപ്പോൾ എന്തായാലും ഈ ഒരു സർജറിയും കൂടി വന്നാൽ അത് നമുക്ക് താങ്ങാവുന്നതിലും വലുതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 1-2 ആൾക്കാരായിട്ടൊക്കെ സംസാരിച്ചത്. പക്ഷേ അവിടെ നിന്നൊക്കെ നോ ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടായിരിക്കും. അവർ വേറെ ആൾക്കാരോടൊക്കെ പറഞ്ഞു നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആരെങ്കിലൊക്കെ നമ്മളെ മനസ്സറിഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും എന്നാണ് ഞങ്ങളെ നാട്ടിലുള്ളവരൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള മാരക രോഗങ്ങളൊന്നും വന്നാൽ ചികിത്സിക്കാനൊന്നും പൈസ ഇല്ലാതെ നമ്മളൊക്കെ
എന്താ പറയുക, ഒരവസ്ഥയിലേക്ക് അങ്ങോട്ട് വീണ് പോട്ടോ. അതൊന്നും നമ്മളെ പാവങ്ങളെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും പൈസയുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മളെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നതും ടെൻഷനും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല കേട്ടോ. പറയുമ്പോൾ അവർക്കൊരു കഥ കേൾക്കണ പോലെയുള്ളൊരു ഫീലിങ്സാണ്. പക്ഷെ നമ്മളെ വിഷമം സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും ഇത് പറയണത്. പക്ഷെ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ. അത് ഞങ്ങൾ ഒരുപാട് അമ്മൻ്റെ മറ്റേ ബ്രസ്റ്റിൻ്റെ ആ അസുഖത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ആർക്കും നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ഉൾക്കൊള്ളാനും അത് പരിഹരിക്കാനുള്ളൊരു മനസ്സും മാനസികാവസ്ഥയൊന്നും ഇപ്പോൾ ഈ മനുഷ്യർക്ക് ഇല്ല എന്ന് തന്നെ മനസ്സിലായിട്ടോ. അപ്പോൾ പണത്തിന് ഒരുപാട് വിലയുണ്ട് ഗൈസ്. അതാണ് സമൂഹത്തിൽ ഒരു മനുഷ്യനാക്കണതും മനുഷ്യനല്ലാതാക്കണതൊക്കെ പൈസയാണ്. അതുകൊണ്ട് എന്തായാലും എൻ്റെ അമ്മേൻ്റെ ഈ ഒരു അസുഖം ഇങ്ങനെ വന്നതിൽ നമ്മളല്ലല്ലോ ഈ അസുഖങ്ങളൊന്നും വരുത്തുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം തരുന്നത് നമ്മൾ ഏറ്റുവാങ്ങുക എന്ന് പറയണ്ടല്ലേ. വിധി പോലെ വരും എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വിധിയാണ് ഇപ്പോൾ ഞങ്ങൾക്കും വന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, വന്നത് ദൈവം അതുപോലെ അങ്ങോട്ട് എടുത്ത് കളയണം തന്നെയാണ് മനസ്സിലൊരു ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ അമ്മേൻ്റെ സർജറീൻ്റെ മുന്നേ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ സർജറി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ എന്തായാലും സർജറി ചെയ്യണമെങ്കിൽ 8-ാം തീയതി അഡ്മിറ്റായിട്ട് 9-ാം തീയതി സർജറി ചെയ്യുന്ന കേട്ടോ ഡോക്ടർ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ അറിയിക്കാം, കൂട്ടുകാരോട് പറയണം ഈ ഒരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. നമ്മുടെ പ്രാരാബ്ദങ്ങളൊന്നും പറഞ്ഞതല്ല, അമ്മയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞതാണ്. നമ്മൾ ലൈവിൽ വന്ന് വീഡിയോസിൽ വന്ന് പ്രാരാബ്ദം പറയാമെന്നൊന്നും ഒരൊറ്റ കൂട്ടുകാരും വിചാരിക്കരുത്. നമ്മളെ ഇപ്പോഴത്തെ ഒരവസ്ഥ എല്ലാവരെയും അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ കഴിയുന്നത് എല്ലാവരും നമ്മളെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അത് കണ്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് യൂട്യൂബിൽ നിന്നെങ്കിലും ഒരു കുഞ്ഞു വരുമാനം 2 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിറഞ്ഞ മനസ്സോടുകൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബായ്. ഓക്കെ.